drop it. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ചിക്കൻ പല രീതിയിൽ ഉണ്ടാക്കാം. ബട്ടർ ചിക്കൻ, പെപ്പർ ചിക്കൻ, അതുപോലെ തന്നെ ഒത്തിരി മസാല ചേർത്തുള്ള ചിക്കൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരുപാട് മസാലയൊന്നും ചേർക്കാണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വൃത്തിയായി കഴുകി വെച്ച ചിക്കൻ 800 ഗ്രാം, അതുപോലെ തന്നെ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, ഓയില്, അത് വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ ഗരം മസാല, ഒരു ചെറിയ തക്കാളി, 1 കപ്പ് തേങ്ങാപ്പാല്. അത് ഒരുപാട് കട്ടി വരല് പിരിഞ്ഞു പോവും. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് നന്നായിട്ട് പേസ്റ്റ് ആക്കണം. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിടുവാണ് കേട്ടോ. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വറ്റൽമുളക്, അത് 1 മണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലവണ്ണം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് ഗരം മസാലയൊക്കെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ കുറച്ച്, എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പിടുവാണ് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കളറിന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുവാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ഓയിലൊന്നും ഇതിന് വേണ്ട. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം ആ തേങ്ങാപ്പാലിനകത്ത് കിടന്നാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ ആ എണ്ണയൊക്കെ ഇറങ്ങി പിന്നെ ചിക്കൻ്റെ കുറച്ച് നെയ്യൊക്കെ ആയിട്ട് അതിനകത്ത് കിടന്നാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ നല്ല പാകമായിട്ട് വന്നേക്കുവാണ്. 1 വറ്റൽമുളക് ചതച്ചതും അതുപോലെ തന്നെ 5-6 കുരുമുളക് ചതച്ചതാണ് നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് ചേർക്കാം ഇത്. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.